വാർത്തകളിലേക്ക് വിശദമായി. ഡൽഹി ജഹാംഗീർപുരിയിലെ അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാമെന്ന് സുപ്രീംകോടതി. ജനങ്ങളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കപ്പെടണമെന്നും എന്നാൽ കയ്യേറ്റങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഷഹീൻ ബാഗ് വിഷയത്തിൽ ഇടപെടാനാവില്ലെന്ന് പറഞ്ഞ കോടതി ഹർജി നൽകിയ സിപിഎമ്മിനെതിരെയും വിമർശനമുയർത്തി. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഈ ബുൾഡോസർ രാഷ്ട്രീയം എന്ന തരത്തിലാണ് ഷഹീൻ ബാഗ് ഒഴിപ്പിക്കൽ ചർച്ചയായത്. പക്ഷേ കോടതി അതിൽ തെറ്റ് കാണുന്നില്ല. എന്തൊക്കെയാണ് നടപടികൾ തുടരാൻ കാരണമായി കോടതി കണ്ടെത്തിയിട്ടുള്ളത്? രേണുക, രാജ്യത്ത് എവിടെയാണെങ്കിലും അനധികൃത നിർമ്മാണങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഉപജീവന മാർഗം തടയുക എന്നത് കോടതിയുടെ ലക്ഷ്യമായി അല്ല. ഉപജീവന മാർഗത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിയമപരമായി മാത്രമേ നിർമ്മാണങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന ഒരു നിരീക്ഷണത്തോടു കൂടിയാണ് സുപ്രീം കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് രാവിലെയായിരുന്നു ഡൽഹി ഷഹീൻ ബാഗിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ബുൾഡോസർ അടക്കമുള്ള യന്ത്രസാമഗ്രികളുമായി മുനിസിപ്പൽ കോർപ്പറേഷൻ എത്തിയത്. അവിടെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും അങ്ങനെ ബുൾഡോസർ തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. JCB ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഈ JCB തടഞ്ഞ് അതിനു മുന്നിൽ കിടന്നും കുത്തിയിരുന്നുമെല്ലാം പ്രതിഷേധം നടത്തിയതോടുകൂടി താൽക്കാലികമായി ഈ ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കുകയും ചെയ്തു. ഇതിനുശേഷം 2 മണിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ ഹർജികൾ പരിഗണിക്കവേ ആണ് വളരെ കൃത്യമായ പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ഹർജിക്കാരിൽ ഒരാളായ CPIM-നെ അതിരൂക്ഷമായി സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു. ഡൽഹിയിലെ സംസ്ഥാന സെക്രട്ടറിയാണ് CPM-ന് വേണ്ടി ഈ അനധികൃത ഒഴിപ്പിക്കലിനെതിരെ ഹർജി നൽകിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർജി നൽകിയത് എന്ന് ചോദിച്ച കോടതി, ഇങ്ങനെ ഹർജി നൽകേണ്ടത് ഈ ഒഴിപ്പിക്കൽ നടപടികൾക്ക് വിധേയമാകുന്നവരോ അല്ലെങ്കിൽ അതിൽ നിന്ന് ബുദ്ധിമുട്ട് നേരിടേണ്ടവരോ ആണ്, അല്ലാതെ രാഷ്ട്രീയം കളിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്ന തരത്തിലുള്ള പരാമർശം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. താൽക്കാലികമായി, അതായത് ഇന്ന് അഭിലാഷ്, ഇക്കാര്യത്തിൽ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയം അത് CPM-ന്റെ ഭാഗമായി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയില്ലേ? കോടതി ആ ചൂണ്ടിക്കാട്ടലുകളോട് ഒരു തരത്തിലും പ്രതികരണം നടത്തിയിട്ടില്ലേ? രേണുക, ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനോട്, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനോട് എന്തുകൊണ്ടാണ് ഈ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോകുന്നത് എന്ന് കോടതി ആരാഞ്ഞിരുന്നു. ജഹാംഗീർപുരിയിൽ അടക്കം ഒഴിപ്പിക്കൽ നടപടികൾ എന്തിന്റെ പേരിലാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച വിശദമായൊരു സത്യവാങ്മൂലം കോടതിക്ക് മുന്നിൽ എത്തുകയും ചെയ്തു. ഈ സത്യവാങ്മൂലം കോടതി പരിശോധിച്ച ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കോടതി മുനിസിപ്പൽ കോർപ്പറേഷൻ വളരെ കൃത്യമായി ഈ ഒഴിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി നോട്ടീസ് നൽകിയിരുന്നു. അവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ മാത്രമാണ് പൊളിക്കുന്നത്. എല്ലാ കെട്ടിടങ്ങളും JCB-കൾ ഉപയോഗിച്ച് നീക്കുക എന്നുള്ളതല്ല. ഏതാണ്ട് 8 അടി മുതൽ 20 അടി വരെ റോഡ് അടക്കം കയ്യേറിയിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിനൊന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം അനുമതി നൽകിയിട്ടില്ല. ഡൽഹിയിലെ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് അനുമതി നേടിയിട്ടല്ല ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിപ്പിക്കേണ്ടതുണ്ട് എന്ന വസ്തുതയാണ് ഇപ്പോൾ ഈ ഹർജിയുടെ ഭാഗമായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നോട്ടീസ് നൽകിയപ്പോഴൊന്നും തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളോ അനധികൃത കയ്യേറ്റക്കാരോ ഒന്നും ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നുകൂടിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സമാനമായ തരത്തിൽ പല കാലഘട്ടങ്ങളിലും ഒഴിപ്പിക്കൽ നടപടികൾ നടന്നിട്ടുണ്ട് എന്നും അത് ഇനിയും തുടരാൻ അനുവദിക്കണം എന്നുമായിരുന്നു ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സത്യവാങ്മൂലം പരിഗണിച്ചതുകൊണ്ടാകാം ഇതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കോടതി വലിയ പരാമർശങ്ങളിലേക്ക് പോകാത്തത്. നിയമപരമായ വശം മാത്രമാണ് ഇന്ന് കോടതി പ്രധാനമായും പരിശോധിച്ചത്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.